ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർമാരിൽ ഒരാളായ വാരൻ ബഫറ്റ് തന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് 5 നിയമങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നുണ്ട്. അഥവാ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട 5 ഹാബിറ്റുകൾ. ഇതാണ് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ ഏറ്റവും വലിയ ഹാബിറ്റുകൾ. ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തോറ്റു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തവർ വിജയിച്ചവരാണ് എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ ഇവർ ഇത് ചെയ്യാത്ത ഒരാളും ഇന്നവരെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് വാരൻ ബഫറ്റ് നൽകുന്ന ഒരു 5 ഹാബിറ്റുകളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും പൊന്നു പോലെ നോക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഒരു കാറ് തന്നു, ഒരു വാഹനം. ആ വാഹനം എന്നിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഈ ഒരൊറ്റ വണ്ടി മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവൂ, ഈ ഒരൊറ്റ കാറ് മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവൂ. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ പൊന്നു പോലെ സൂക്ഷിക്കണം, പൊന്നു പോലെ നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഈ വാഹനം ഉണ്ടാവില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ, നിങ്ങൾ ആ കാറ് പൊന്നു പോലെ നോക്കും, ഏറ്റവും നന്നായിട്ട് നോക്കും. അതേപോലെയാണ് നമ്മുടെ ഹെൽത്ത്, അതേപോലെ മനസ്സ്. നമ്മുടെ ശരീരവും മനസ്സും അത് നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ജീവിത മരണത്തിനിടയിൽ ഈ ഒരൊറ്റ ലൈഫ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് മാറ്റി കിട്ടാൻ പുതിയൊരു ഓപ്ഷൻസ് ഒന്നും എവിടെയും ഇല്ല. അതുകൊണ്ട് അതിനെ പൊന്നു പോലെ നോക്കുക. കാരണം നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും, ഇതില്ലേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് പൊന്നു പോലെ നോക്കുക. ഡെയിലി നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുക, അതേപോലെ വ്യായാമം ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, കൃത്യമായിട്ട് നടക്കാൻ പോവുക. അങ്ങനെ നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, അതേപോലെ മൈൻഡിനും എന്തൊക്കെ ആവശ്യമുണ്ടോ, അത് കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. കാരണം ഇന്നത്തെ ശ്രദ്ധയാണ് നാളത്തെ നമ്മൾ. ഇന്ന് ശ്രദ്ധിക്കുന്നത് തന്നെ സുഖമായിട്ടുള്ള ഒരു നാളേക്ക് വേണ്ടിയാണ്, ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം, ഒരുപാട് ഡ്രീംസ് ഉണ്ട്, അതൊക്കെ ചേസ് ചെയ്യാണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഹെൽത്തും നമ്മുടെ മൈൻഡും അത് നമുക്ക് ഉണ്ടാവണം. എങ്കിലേ നമുക്കത് കഴിയും. നമ്മൾ പറഞ്ഞതുപോലെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് അത് പൊന്നു പോലെ നോക്കുക. വാരൻ ബഫറ്റ് നൽകുന്ന ആദ്യത്തെ മുന്നറിയിപ്പാണത്. രണ്ടാമതായിട്ട് അദ്ദേഹം നൽകുന്നത്, ദേഷ്യം വരുമ്പോൾ 24 മണിക്കൂർ എടുക്കുക. 24 hour റൂൾ. 24 മണിക്കൂർ നമ്മളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ പൊതുവെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നെ കൊണ്ട് ഞാൻ തോറ്റുപോയി, നീ ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല, അങ്ങനെ പല വർത്തമാനങ്ങൾ പറയുന്നവരാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴായിട്ട് പല ഗ്യാപ്പുകളും അഥവാ പല ബ്രേക്കപ്പുകളും സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ദേഷ്യം പിടിച്ച സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ഏതെങ്കിലും വാക്കുകളായിരിക്കും നിങ്ങളുടെ മരണം വരെ ചിലപ്പോൾ നിങ്ങൾ ഒരു വേദനയോട് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി ജീവിക്കുന്നത്. അതുകൊണ്ട് വാരൻ ബഫറ്റ് നൽകുന്ന ഒരു റൂളാണ് 24 മണിക്കൂർ നിയമം എന്നുള്ളത്. നമുക്ക് ദേഷ്യം വന്നിരുന്നോ, നമ്മൾ റിയാക്ട് ചെയ്യരുത്, നമ്മൾ മിണ്ടാതിരിക്കുക. 24 മണിക്കൂർ എടുക്കുക. 24 മണിക്കൂർ എടുത്താൽ നമ്മൾ സ്ലോലി നമ്മൾ കാം ഡൗൺ ആയിട്ട് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് അതിന് മറുപടി നൽകുക. കാത്തിരിക്കണം, ക്ഷമിച്ചിരിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ചിന്തിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് മറുപടി നൽകുക. ഇന്ന് സംഭവിച്ച ഒരു ദേഷ്യമാണെങ്കിൽ അത് നാളെ അതിന് ആൻസർ കൊടുത്താൽ മതി എന്നുള്ളതാണ് വാരൻ ബഫറ്റിന്റെ നിയമം. അല്ലെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ദേഷ്യം പിടിച്ച സമയത്താണ് പലതും നിങ്ങൾ പറഞ്ഞത്, പല റിലേഷൻഷിപ്പുകളും ഒഴിവായത്, പല ബന്ധങ്ങളും തകർന്നത്. നിങ്ങളുടെ ദേഷ്യം പിടിച്ച സമയത്ത് എന്തോ ഒരു ചെറിയ വാക്കിലായിരുന്നു. ചിലപ്പോൾ നമ്മൾ പറയുന്നത് നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നായിരിക്കും നമ്മുടെ മക്കളോടൊക്കെ ചിലപ്പോൾ പറയുന്നത്. പക്ഷെ ആ മോന് ചിലപ്പോൾ അത് വർഷങ്ങളോളം ഒരു ഗിൽറ്റി ഫീലിങ്സ് ആയിട്ട് നടക്കുന്നുണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. മൂന്നാമതായിട്ട് അദ്ദേഹം നൽകുന്ന ഒരു നിയമമാണ് ഇന്നർ സ്കോർ കാർഡ് നോക്കുക എന്നുള്ളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യവും 2 നിലയിലാണ് നമ്മൾ ചെയ്യുക. ഒന്ന് ഔട്ടർ സ്കോർ കാർഡ് നോക്കിയിട്ടും, അതേപോലെ മറ്റൊന്ന് ഇന്നർ സ്കോർ കാർഡ് നോക്കിയിട്ടും. അദ്ദേഹം പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്
ഇന്നർ സ്പേസിലേക്കാണ്, നമ്മുടെ ഉള്ളിലേക്കുള്ള സ്പേസിലേക്കാണ് നോക്കുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ചില ആൾക്കാർ വിചാരിക്കുന്നത് പ്രശംസക്കായിരിക്കും, ചിലർ പണത്തിനായിരിക്കും, ചിലർ ആശംസകൾക്ക് വേണ്ടി, ചിലർ കയ്യടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലർ സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ പല രൂപത്തിലായിരിക്കും വീഡിയോ ഇടുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഇന്നർ സ്പേസിന് എന്താണോ ആവശ്യം അതിനു വേണ്ടിയിട്ടായിരിക്കണം. അഥവാ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ സ്കോർ കാർഡ് നോക്കുക, അഥവാ നമ്മുടെ സ്കില്ല് നോക്കുക, നമ്മുടെ സത്യസന്ധത നോക്കുക, നമ്മുടെ സത്യസന്ധത, അതേപോലെ മൂല്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ആയിരിക്കണം നമ്മൾ നോക്കണം. അഥവാ നമ്മുടെ ഇന്നർ സ്കോർ കാർഡിൽ എന്തൊക്കെ വരുന്നുവോ അങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ നോക്കേണ്ടത്. ചിലപ്പോൾ ജിമ്മിന് പോകുന്നത്, ചിലരൊക്കെ പോകുന്നത് കുറെ മസിൽ വേണം, ആൾക്കാരെ കാണിക്കണം, സ്റ്റൈലാക്കണം, അങ്ങനെയുള്ള വിഷയങ്ങൾക്കായിരിക്കും. അഥവാ ഒരു ഔട്ടർ സ്കോർ കാർഡിലേക്കായിരിക്കും അവരൊക്കെ ചിന്തിക്കുന്നത്, ചില ആൾക്കാരൊക്കെ. എന്നാൽ ചിലർ ചിന്തിക്കുന്നത് തൻ്റെ ഇന്നർ സ്പേസ്, അഥവാ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്, എനിക്ക് പലതും ചെയ്യാനുണ്ട്, അതിനുവേണ്ടി എനിക്ക് ആരോഗ്യം വേണം, അതിനു വേണ്ടിയിട്ട് ചെയ്യും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതാര് പ്രശംസിച്ചിട്ടില്ലെങ്കിലും, ഇതിനെ ആര് അഭിനന്ദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകും. അഥവാ ഞാൻ ഇത് ചെയ്യും എന്നാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം അത് കൃത്യമായ ഒരു ഡയറക്ഷനിലാണ്. ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല, ഒരാൾ പോലും കാണുന്നില്ല എങ്കിലും ഞാനിത് ചെയ്യും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളതാണ് വാരൻ ബഫറ്റിന്റെ ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കേണ്ടത് സ്വന്തം ഇന്നർ സ്കോർ കാർഡ് ആയിരിക്കണം, അത് നോക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ നിയമം. നാലാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വിഷയം കൂട്ടുകെട്ട് കൃത്യമായി വിലയിരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ പരിസരം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതെന്തിനെന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ലക്ഷ്യങ്ങളും ചിന്തയും എപ്പോഴും ഈ പരിസരത്തെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ അപേക്ഷിച്ചിട്ടുള്ളതായിരിക്കും. നമ്മുടെ ഡ്രീംസ് ചെറുതാകുന്നതും വലുതാകുന്നതും നമ്മുടെ കൂടെ ഉള്ളവരുടെ അവസ്ഥ അനുസരിച്ചിരിക്കും. നമ്മുടെ കൂട്ടുകാർക്ക് വളരെ ചെറിയ ഡ്രീംസ് ആണെങ്കിൽ നമ്മുടെയും ഡ്രീംസ് വളരെ ചെറുതായിരിക്കും. കാരണം അവരായിരിക്കും നമ്മുടെ ലക്ഷ്യങ്ങളും മൂല്യങ്ങളും നമ്മുടെ ചിന്തകളെയും കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കൂട്ടുകെട്ടെടുക്കുമ്പോൾ സമയം നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്ത, അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലാത്ത ഒരു ടീമിനെയല്ല നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. നമ്മുടെ കൂട്ടുകാരെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തിയിട്ട് നമ്മുടെ പഠന കാര്യങ്ങൾ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ലക്ഷ്യബോധമുള്ള, നല്ല അച്ചടക്കമുള്ള, ഇതിനെ എങ്ങനെ മുന്നോട്ട് പോവാം എന്ന് കൃത്യമായിട്ട് ക്ലാരിറ്റി ഉള്ള ഒരു ഫ്രണ്ട്സിനെ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ കൂട്ടുകെട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളും അവരെ പോലെ നമ്മുടെ ഡ്രീമും വളരെ ചെറുതായിട്ടുള്ളതായി പോകും. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കൂടെയുള്ള ഒരു 3 ഫ്രണ്ട്സ് അവർ പറയുന്നു സാധാ ഒരു തട്ടുകട ഇടണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളാണെങ്കിൽ ചിന്തിക്കുന്നത് വലിയൊരു ഫ്ലാറ്റ്, ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള സ്വപ്നമാണ് ഉള്ളത് എങ്കിൽ നമ്മ അവരോട് പറഞ്ഞാൽ നമ്മളെ കളിയാക്കും. ആ സമയത്ത് നമ്മളെ കളിയാക്കും, അങ്ങനെയൊന്നും നിന്നെക്കൊണ്ടാവില്ല എന്നായിരിക്കും അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഡ്രീംസ് വളരെ ചെറുതാക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് അത് നേരെ തിരിച്ചാണെങ്കിലോ, ഒരു 3 ഫ്രണ്ട് വലിയ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എടുക്കണം ആഗ്രഹിക്കുന്ന ഒരാളും, എന്നാൽ ഒരാള് ഒരു തട്ടുകട എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ പിന്നീട് പറയുന്നത് അവരുടെ സ്വപ്നങ്ങളുടെ നിലയിലുള്ളതായിരിക്കും. നമ്മുടെ സ്വപ്നം അതോടുകൂടി വലുതാവും. കാരണം നമ്മുടെ ചിന്തയും നമ്മുടെ ലക്ഷ്യബോധവും നിർണ്ണയിക്കുക നമ്മുടെ കൂട്ടുകെട്ടുകളും അഥവാ നമ്മുടെ ചുറ്റുപാടായിരിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. അഞ്ചാമതായിട്ട് അദ്ദേഹം നൽകുന്നത് ഒരു ഫ്രീ ടൈം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു മീ ടൈം, ഒരു എൻ്റെ സമയം, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ വിലയിരുത്താനും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടൈം ഉണ്ടാവുക എന്നുള്ളതാണ്. കലണ്ടറിൽ നിങ്ങൾ കുറിച്ചിടേണ്ട ഒരു ടൈമാണ് മീ ടൈം. നമുക്ക് സ്വതന്ത്രമായിട്ട് ദിവസവും കുറച്ച് സമയമെങ്കിലും നമ്മൾ ചിന്തിക്കുക, നമുക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലായ്പ്പോഴും ഓൾവേസ് ബിക്കം ബിസി എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും
കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ സ്വതന്ത്രമായ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കണം. നമ്മൾ മാത്രം മൊബൈലുകളൊക്കെ മാറ്റി, എല്ലാം മാറ്റി ഫ്രീ ഡിജിറ്റലായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ഫ്രീ ടൈം കൂടി നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ 5 നിയമങ്ങളാണ് വാരൻ ബഫറ്റ് തന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വെച്ച 5 നിയമങ്ങൾ, 5 റൂൾസുകൾ. നിങ്ങൾ ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തിരിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.